ഹലോ, എല്ലാവർക്കും പെർഫെക്റ്റ് വ്ളോഗിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ നീലയാമ്പൽ പൂത്തേക്കണ കണ്ട, ആദ്യമായിട്ട് പൂത്തതാട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ. നട്ടൊരു സാധനം നിൽക്കണ വിടർന്നപ്പം ഞാൻ നട്ടതല്ല കേട്ടോ, അമ്മമ്മ നട്ടതാണേ. ഉണ്ണിക്കുട്ടൻ രാത്രി നല്ല മേളായിരുന്നു കേട്ടോ. ബഹളമൊക്കെ കഴിഞ്ഞ് രാവിലെ ചിരിച്ചുകൊണ്ട് ഊഞ്ഞാലാടണം നോക്കിക്കേ. നമ്മുടെ എല്ലാം ഉറക്കം കളയണേ. അപ്പച്ചയും അമ്മമ്മയും രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ഉണ്ണിക്കുട്ടനെ അവിടെ കൊണ്ടിരുത്തി. അന്നേരം എന്തുകൊണ്ട് വായൊക്കെ പൊളിച്ച് മേടിച്ച്. അപ്പച്ചയുടെ റാഗിപ്പുട്ട. ഉണ്ണിക്കുട്ടന് വലിയ പിടുത്തം വരില്ല സാധനം. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇച്ചായൻ്റെ ബീഫും കൊണ്ട് വന്നു. ഇന്ന് പോത്ത് വെട്ടുണ്ടായിരുന്നേ. അപ്പോൾ പോത്ത് മേടിച്ചുകൊണ്ട് വന്നതല്ലേ, എന്നാൽ വേഗം ഉണ്ടാക്കിയേക്കാന്ന് ഓർത്ത് ഒരു എളുപ്പ വഴിയിൽ ബീഫ് ഉണ്ടാക്കണേ എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം കേട്ടോ. അത് എല്ലാവർക്കും ഉപകാരം, ജോലിക്ക് പോകുന്നവർക്കും ഒക്കെ. പക്ഷെ നല്ല സൂപ്പറാട്ടോ. നമ്മൾ കാണുമ്പോൾ ഒരു രസവും അങ്ങനെ അത്ര എളുപ്പമാണെന്ന് ഇത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിചാരിച്ചാൽ സംഭവം ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാൻ നല്ല രുചിയാണ്. ഒരു വ്യത്യാസവും ഇല്ല, രുചി വ്യത്യാസവും നല്ല രുചിയാണ്. എനിക്ക് ശരിക്കും പറഞ്ഞത് എൻ്റെ അനിയത്തി തന്നെയാണ്. അതിനെ ഞാനൊന്ന് പരിഷ്കരിച്ചു എന്ന് മാത്രം. കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി ഇട്ട് കഴിഞ്ഞാൽ നല്ല രുചി കിട്ടുക, എന്നാൽ ആ മസാലയൊക്കെ പിടിക്കുള്ളൂ എന്നാണ് എൻ്റെ ഒരു തിയറി കേട്ടോ. അപ്പോൾ അവന്മാരൊക്കെ കുഞ്ഞന്മാരാക്കി വെച്ചേക്കുവാണേ. എന്നിട്ട് ഈ അരിഞ്ഞ് വെച്ച സവോള, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാവരെയും കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഇറച്ചി മസാല, പിന്നെ നമ്മുടെ ശുദ്ധമായ വെളിച്ചെണ്ണയും ഉപ്പും മറന്നുപോയി, ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് കൈ പിടിച്ചിട്ട് ഞെരടണം. ഞെരടി അവന്മാരിലേക്ക് നല്ല ഭംഗിയായിട്ട് നമ്മുടെ മസാലയൊക്കെ പിടിച്ച് ഈ സവോളയുടെ ഇഞ്ചിയുടെയും ടേസ്റ്റൊക്കെ പിടിക്കുന്നവർ ഒരു അരമണിക്കൂർ നമ്മൾ സെറ്റ് ചെയ്യാൻ വെക്കണം. അത് കഴിഞ്ഞിട്ട് കുക്കർ അടുപ്പിൽ വെച്ചിട്ട് നമ്മുടെ ഗ്രാമ്പൂ, പട്ട, ഏലക്ക സാധനങ്ങളെല്ലാം അതിനെ കൂടെ ഇട്ട് പൊട്ടിക്കുക. ഇച്ചിരി മറ്റേ നമ്മുടെ ജീരകം കൂടി ഇടണേ, പെരുംജീരകം. അത് കഴിഞ്ഞിട്ട് തക്കാളിയും കൂടി ഇട്ടൊന്ന് ഇളക്കിയെടുത്ത് സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ വരെയത്തേക്ക് ഞാനിച്ചിരി കുഞ്ഞുള്ളി ഇട്ട് പൊട്ടിച്ചായിരുന്നു. അതിന് ശേഷം ഇവരെല്ലാവരെയും കൂടി ഇട്ട് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. കുക്കർ അടച്ച് വെക്കുക. ഒരു ഇറച്ചി വേകുന്ന പാകത്തിന് വിസിലടിക്കുക. തീർന്നു, ഇത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഉണ്ണിക്കുട്ടന് നഖം വെട്ടാൻ പോയിരിക്കുന്നതാണ്. കാത്തൂനെ കാണിച്ചുകൊണ്ടാട്ടോ നഖം വെട്ടാനിരിക്കുകയുള്ളൂ. കണ്ടോ, അപ്പോഴത്തേക്കും ബീഫ് സെറ്റായി. ഇച്ചിരി വെള്ളം കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളം അങ്ങോട്ട് പറ്റിച്ചെടുക്കേണ്ട ഒരു താമസം മാത്രമേ നമുക്ക് വരുള്ളൂ. ബീഫ് കറി റെഡി. ഒരു രുചി വ്യത്യാസമില്ല, എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞപ്പോഴാണ് അരി വെള്ളത്തിലിടുന്ന അരി മറന്നു പോയത്. അപ്പോൾ വേഗം എടുത്ത് അരി ഉഴുന്നും വെള്ളത്തിലിട്ടു. പിന്നെ ചെറിയൊരു ഓൺലൈൻ പരിപാടി ഉണ്ട് കേട്ടോ. നമുക്ക് എംബ്രോയ്ഡറി പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടേ. അപ്പോൾ അതിന് അത്യാവശ്യം ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അതിന് സ്റ്റിച്ചിൻ്റെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ കാര്യങ്ങൾ ജസ്റ്റ് ചെയ്ത് അതിൻ്റെ റെക്കോർഡ് ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഞാനപ്പോൾ അത് ഇങ്ങോട്ടേക്കും കിട്ടുമെന്ന് മാത്രം. പിന്നെ അതായിരുന്നു പരിപാടി. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഉച്ചയായപ്പോഴത്തേക്കും ഇച്ചാനും ജോർജ് കുട്ടിയും വന്നു. ഇച്ചാൻ ഇന്ന് വൈകിട്ടായിട്ടേ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ജോർജ് കുട്ടിയുടെ ക്ലാസ് കഴിഞ്ഞ് നേരെ കൊണ്ടുവിട്ട് വീട്ടിൽ വന്നിട്ട് ചോറുണ്ടാകുന്നു വെച്ച് ഇങ്ങ് പോന്നു. ഭക്ഷണമൊക്കെ കഴിച്ച് അപ്പയും മക്കളും കൂടെ ഇരുന്ന് കളിക്കണത് മേളവാക്കാണെന്ന്. ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും വെള്ളമൊക്കെ കുടിച്ചേച്ച് പോകാമെന്ന് ഓർത്തപ്പോൾ 9ാം ക്ലാസ്സുകാരനായ ഒരു മകൻ അവിടെ നിന്ന് ഡോറാബുജി കാണുന്നുണ്ട്. അത് കാണിച്ചു തരാം കേട്ടോ. അത് കഴിഞ്ഞാണ് ജോർജ് കുട്ടിയുടെ പരിപാടി. സഹജീവികളോടുള്ള സ്നേഹം, ഉറുമ്പിന് കൂടുണ്ടാക്കി കൊടുക്കുക, മെഴുകുതിരിയൊക്കെ വെച്ച് ഉറപ്പിച്ച് വെച്ച് സെറ്റപ്പാക്കി വെച്ചേക്കണത്. അമ്മ മതി നട്ടുച്ച നേരമാണെങ്കിലും ചായ 3 മണി സമയമായോ നല്ല ചൂട് ചായ കുടിക്കാമെന്നുള്ളൊരു സ്വഭാവം. അതേ ഡോറാബുജി കാണുന്ന 9ാം വയസ്സുകാരനെ കണ്ട കളിയാക്കിയപ്പോൾ ചിരിക്കണതാണ്. വൈകിട്ടായപ്പോൾ ഞങ്ങൾ ചക്ക, ബീഫുണ്ടല്ലേ, എന്നാൽ ചക്ക വെട്ടിയ വേവിച്ചേക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ചക്ക പറിച്ചുകൊണ്ട് വന്നു. അമ്മമ്മ വെട്ടും, ഞങ്ങൾ തിന്നും. അങ്ങനെയായിരുന്നു പരിപാടി. മമ്മി വെട്ടിക്കൊണ്ടിരുന്നു, ഞങ്ങളിത് തിന്നുകൊണ്ടിരുന്നു. അരിഞ്ഞു വെച്ച് തിന്നുകൊണ്ടിരിക്കുന്നൊരു കള്ളനെ കണ്ടു അവിടെ ഇരുന്ന്. ഞങ്ങളത് കഴിഞ്ഞ് കുറേ പേർക്ക് തിന്നു. അത് കഴിഞ്ഞ് പിന്നെ അമ്മമ്മ വഴക്ക് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഓടി. അതിനുശേഷം ഉണ്ണിക്കുട്ടനെയും കൊണ്ട് പോയി. അരച്ച് വയ്ക്കാനായിട്ട് വെച്ചിരുന്ന മാവ് അരയ്ക്കാനുണ്ടല്ലോ, അപ്പോൾ അന്ന് വേഗം അത് അരച്ചേക്കാമെന്ന് ഓർത്തു. അതിനകത്തേക്ക് ഇച്ചിരി കുതിർത്ത് വെച്ച നമ്മുടെ അവലും ഒരു പിടി ചോറും കൂടെ ഇട്ട് വെച്ചിട്ട് അരച്ച് കഴിഞ്ഞാൽ ഇഡ്ഡലി നല്ല സ്പോഞ്ച് പോലെ ഇരിക്കും. നല്ല ഭംഗിയാണ്, നല്ല രുചിയാട്ടോ, നല്ല സോഫ്റ്റ്. അങ്ങനെ സോഫ്റ്റ് ആണെങ്കിൽ ഉണ്ണിക്കുട്ടനും തിന്നുള്ളൂ, അല്ലെങ്കിൽ തിന്നത്തില്ല. റബ്ബർ പോലെ ഇരിക്കുക എന്നുള്ള രീതിയിൽ അവൻ കഴിക്കാൻ മടിയാം. അപ്പോൾ അത് അരച്ച് സെറ്റപ്പാക്കി വെച്ചിട്ട് നമ്മൾ കൈ കൊണ്ടൊന്ന് ഇളക്കിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പൊളിച്ചു പോകും. പക്ഷേ പുളി വരത്തുമില്ല, നല്ല രുചിയായിരിക്കും. അപ്പോൾ ഒരാൾ വന്നേക്കുക, ഉറുമ്പിന് കൂട് കിട്ടിയതിൻ്റെ മുകളിൽ മഴ നനയാതെ കുട വെച്ച് കൊടുത്തെന്നും പറഞ്ഞു. അത് കഴിഞ്ഞ് ചക്കയിൽ അരപ്പൊക്കെ ഇട്ട് വേവിച്ച് ഞങ്ങളെല്ലാവരും കൂടെ കഴിച്ചു. സന്ധ്യ ആയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ശത്രുക്കളായ നമ്മുടെ ചെള്ള് എല്ലാം നിങ്ങളുടെ നാട്ടിൽ പറയണേ. ഇതിനെ പേടിച്ചിട്ട് ഒരു രക്ഷയില്ല. ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് ഞങ്ങൾ വേഗം പിന്നെ കിടന്നുറങ്ങി. അത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പം നാളെ കാണാം കേട്ടോ. ടാറ്റാ.